ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ബീഹാറിലെ മുസാഫിർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചേട്ടാ, കാരണം ഇവിടെ നമ്മൾ ചായ എടുത്ത് വെച്ചേക്കണം, അതുകൊണ്ടാണ് ധൃതിയിലായിരുന്നു. അപ്പോൾ നമ്മുടെ ടെൻറ്റ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അടിച്ചത്. ഇവിടെ കുറച്ച് ആൾക്കാർ. ഹായ്, आपका नाम क्या है भैया? पंकज कुमार. ഹായ് ഉണ്ടല്ലേ? ഹായ്, आपका नाम क्या है भैया? സദാനന്ദ്. അപ്പോൾ ഇവർ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ തന്നിട്ടാ, രാവിലെ തന്നെ ചായ. ഹായ്, आपका नाम क्या है भैया? മുകേഷ് കുമാർ. അപ്പോൾ ഇവർ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ നമുക്ക് രാവിലെ ചായ കാര്യങ്ങളൊക്കെ തന്നു, ഇന്നലെ ഭക്ഷണമൊക്കെ തന്നായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ടെൻറ്റ് അടിച്ചേക്കണം ഇവിടെയാണ്. കാരണം ഇന്നലെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം ഞാൻ ഇന്നലെ ഭക്ഷണവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല, നല്ല വിശപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കാനാന്ന് വെച്ചാൽ ഇവരോട് ചോദിച്ചു, അവർ പറഞ്ഞ് ഉണ്ടാക്കണ്ട, നമ്മൾ ഇവിടെ തരാമെന്ന് പറഞ്ഞു. കാരണം പിന്നെ ഇവർക്ക് ഇവിടെ അടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചായ കുടിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് പെട്ടെന്ന് ഒതുക്കാലാന്ന് വെച്ചിട്ട് ഇത്തിരി ലേറ്റായപ്പോൾ 8 മണിയൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്പീഡിലാക്കിയത്. എന്തായാലും ഇപ്പോൾ ചായ കുടിച്ചിട്ട് ഇവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. എന്താണ്ട് പെട്രോൾ പമ്പ്, ഈ കാണുന്ന പെട്രോൾ പമ്പാണ്. ഇവിടെ ഇഷ്ടംമാതിരി വണ്ടികൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ വലിയ വലിയ ടൂറിസ്റ്റ് ബസ്സുകൾ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി കുറേ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ അതേപോലെ തന്നെ എന്താണ് ഇവിടെ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ചായ കുടിച്ചിട്ട് വന്നിറങ്ങാം കേട്ടോ. നമ്മളെ അങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്തേട്ടാ അല്ലേ. കാലാവസ്ഥ സെയിം ഇത് തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്ക് ഒരു വെയിൽ വരും, അപ്പം തന്നെ പോവുകയും ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മാക്സിമം ഒന്ന് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്, കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇതെന്താണെന്ന് അറിയില്ല, ഒരു വല്ലാത്തൊരു തളർച്ച ഫീൽ ചെയ്യണ്ട കേട്ടോ. ഹെൽത്തൊക്കെ എന്തോ ഒരു വീക്കായ പോലത്തെ ഒരു ഫീൽ. ഞാൻ ഒരു എന്താ പറയുക, ഛർദ്ദിക്കാൻ പറ്റുന്ന ഫീലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ എന്ത് കണ്ടാലും ഗുളികയൊക്കെ ഇരിപ്പുണ്ട്, ഗുളിക കഴിക്കണം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ടാ. അല്ലല്ലേ ഇപ്പോഴത്തെ കാലാവസ്ഥ ഇതാണ്. വെയിൽ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഏകദേശം ഇപ്പോൾ 9 മണി ആറായിട്ടാ. അപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് കാണണം. ഡെഹിലി ഹോട്ടൽ. നമ്മളെ വന്നോയ്ക്ക് ഓൾറെഡി ഒരു ചായ കുടിച്ചതാണ് അവിടെ നിന്ന്. അപ്പോൾ അത് വീണ്ടും ഒരു ചായ കുടിക്കാണ്ട് കയറിയേക്കാണ് കേട്ടോ ഈ ഒരു കടയിൽ. അപ്പോൾ നമ്മൾ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കാരണം ഒന്നും കഴിക്കാൻ തോന്നല്ല, എന്താണെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഒരു കപ്പലണ്ടി മേടിച്ച് കഴിച്ചായിരുന്നു, വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ. കാരണം വിശപ്പ് അങ്ങനെ തോന്നല്ല. പിന്നെ ഒന്നാമത്തെ കേസ് ഞാൻ പറഞ്ഞ ഒരു വയ്യായ്മ, ഒരു ഫീലുണ്ട്. സൈക്കിൾ ഊട്ടിയിട്ടേ ചവിട്ടാൻ പറ്റുള്ളൂ, ഒരു തളർന്നു പോണ്. അപ്പോൾ ഞാൻ നല്ല ചായ കുടിച്ചിട്ട് പയ്യെ റിലാക്സ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചിങ്ങനെ. എന്ത് പണ്ടാലോന്ന് അറിയില്ല ഇന്നത്തെ ദിവസം. അല്ല നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോകാട്ടോ, എന്നിട്ട് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിങ്ങനെ. നമ്മൾ ശരിക്കുള്ളത് ഡിസ്ട്രിക്ട് മുസാഫിർപൂരിലാണ് കേട്ടോ. ശരിക്കും മുസാഫിർപൂർ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അതൊരു വലിയ സിറ്റിയാണ്. ഇവിടെ കത്തിക്കരിഞ്ഞൊക്കെ കിടപ്പുണ്ട് കേട്ടോ കുറേയൊക്കെ. നമ്മളെ ഇപ്പോൾ പോണ വയ്ക്ക് ഒരു പുള്ളി വന്ന് നിർത്തിയിട്ട് പറഞ്ഞ് ഭക്ഷണം കഴിക്കാന്ന് പറയും. പുള്ളിയുടെ ഫുഡാണ്ടാ. ഹായ് भैया, आपका नाम क्या है? मेरा नाम शशि कुमार मुन्ना हो गया. अच्छा, आप किधर जाएगा? बस मुजफ्फरपुर प्रॉपर. अच्छा. ये आपका ബ്രേക്ക്ഫാസ്റ്റ് आपका? ആളിങ്ങനെ കൊണ്ടുവന്നാട്ട് ആൾക്ക് രാവിലെ കഴിക്കാനുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ആളുടെ ഭക്ഷണം പോലെ. ഞാൻ പറഞ്ഞു ഞാൻ പോണേക്ക് എന്തെങ്കിലും കഴിച്ചോളാന്ന് പറഞ്ഞു. ഇല്ല, നിങ്ങൾ കഴിച്ചോളാന്ന് പറഞ്ഞ് പുള്ളി തന്നാട്ടോ പുള്ളിയുടെ ഭക്ഷണം. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ മനുഷ്യരി. താങ്ക് യു ഭയ്യ, ആൾക്കാ നാസ്താ. എന്താല്ലേ ഭക്ഷണം കഴിക്കാട്ടോ. അങ്ങനെ പുള്ളിനോട് ടാക്സ് ഒക്കെ പറയാട്ടാ. നമ്മളിപ്പോൾ ബീഹാറിലെ ആളുകളാട്ടോ അപ്പോൾ ഇങ്ങനെ ഇത്രയും സപ്പോർട്ട് ചെയ്യണത്. ഒരുപാട് ആൾക്കാരുണ്ടാ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, അവർ വീട്ടിൽ വിളിച്ചൊക്കെ നമുക്ക് ഭക്ഷണം തന്നിട്ടാ. ഒരാൾക്കാരുണ്ടാ, അടിപൊളി ആൾക്കാർ. നമ്മൾ കുറച്ച് ആൾക്കാർ കാരണമാണ്. കാരണം ഇവിടെ അത്യാവശ്യം മോഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയകളാട്ടോ. പല സ്ഥലങ്ങളിലും നെക്സ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ പല ആളുകളുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളെല്ലാ ആൾക്കാരെയും അങ്ങനെ വിചാരിക്കാതെ കേട്ടോ. നല്ല ആൾക്കാരും ഉണ്ട് ഇവിടെ, ഒരുപാട് നല്ല ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ പറയണം. നമ്മളൊരു എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയണം. നല്ല ആൾക്കാരോട് മോശം ആൾക്കാരുണ്ട്. അതിപ്പോൾ ഏത് നാട്ടിലാണെങ്കിലും നല്ല ആൾക്കാരോട് മോശം ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ വന്ന വഴിക്ക് ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് കേട്ടോ. അപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മളോട് പറഞ്ഞു ഇവിടെ റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുകയാണ്. ഹായ് ഹായ്, आपका नाम क्या है भैया? आनंद सुमन. अच्छा, आपका नाम क्या है? सुरेश पंडित. नाम क्या है? कुमार है. अच्छा, रमजीत.
अच्छा 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 വന്നോയ്ക്ക് ഇവിടെ मेरा ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അച്ഛാ നമ്മളെ ചാനൽ ഇവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചേട്ടാ നമ്മുടെ സൈക്കിളുണ്ട് നല്ല രീതിയിൽ ടയേർഡായിട്ടാ കാരണം ഭയങ്കര രീതിയിൽ ടയേർഡായി എന്താണെന്ന് അറിയില്ല അവസ്ഥ അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊന്നും മനസ്സിലാവില്ലാടാ അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ സൈക്കിളിൽ യാത്ര സ്റ്റാർട്ട് ചെയ്യാം നമ്മളിപ്പോൾ അവിടെ നിന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ട് അപ്പോൾ ബയ്യാനെ വിളിച്ചു ഹായ് ബയ്യ ഹായ് അപ്പോൾ ഒരു ചായ കുടിക്കാണ്ട് ചേട്ടാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞാൽ എനിക്ക് തന്നാതെ കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഛർദ്ദിക്കാൻ പറ്റി അപ്പോൾ ഞാൻ പുള്ളി പറഞ്ഞ് ചായ കുടിക്കാമെന്ന് പറഞ്ഞു ഓക്കെ ഭയ്യ താങ്ക് യു കാരണം ഭക്ഷണം കഴിക്കാനുള്ള എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നാതൊരു വയ്യായ്മ ഒരു ഫീല് തോന്നുന്നുണ്ട് എന്ത് പണ്ടാലോന്നും അറിയില്ല ഞാനപ്പോൾ അത് കാരണം ഭക്ഷണം ഉണ്ടാക്കാനാണ് ഇനിയിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാം അവിടെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ പറ്റുമെങ്കിൽ ഒന്ന് കുളിച്ചിട്ട് പോകാമെന്ന് വെച്ച് അപ്പോൾ ഇതാണ്ട് ചെറിയൊരു കടയാണ് അപ്പോൾ നല്ല ചായ കുടിക്കട്ടെ കണ്ടിട്ട് വലിയ വൃത്തിയൊന്നും തോന്നുന്നില്ലാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ പുള്ളീനോട് കണ്ടില്ലേ ഒരു ഇവിടെയൊക്കെയുള്ള ഉണ്ടല്ല ഇവിടെയുള്ള ആൾക്കാരുടെ ഇവർ ഈ ചായയൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞൊരു പാത്രത്തിൽ ഒരു 100-150 തവണ അതിൽ ചായ ഉണ്ടാകും എന്നിട്ട് ആ പാത്രം ഇങ്ങനെ കരിഞ്ഞ് ഒരുമാതിരി പണ്ടാരടങ്ങിയ അവസ്ഥയിലാണ് അവന്മാർ ചായ ഉണ്ടാക്കണം ഞാൻ വേണ്ടെന്ന് പറഞ്ഞ അയാളോട് കാരണം വേറൊന്നും കൊണ്ടല്ലേടാ എനിക്ക് ഒന്നാമത്തെ കേസ് ഇതുണ്ട് പിന്നെ രണ്ടാമത്തെ കേസ് എനിക്ക് വയ്യ എനിക്ക് ഒന്നാമത് ഞാൻ ഛർദ്ദിക്കാനൊക്കെ എൻ്റെ ഫീലാണ് നോക്കാൻ എന്തായാലും അങ്ങനെ ചായ വന്നിട്ടോ കുടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് ആ ഒരു ഇതൊക്കെ കണ്ടുകൊണ്ട് കുടിക്കാൻ വേറൊരു അവസ്ഥയിലാട്ടോ വേറെ വഴിയില്ല അപ്പോൾ അതാണ് ഫുള്ള് ഈച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫുള്ളൊരു വൃത്തിയില്ലാത്ത രീതിയിലാണ് എടുക്കണം ഞാൻ കുറേ നേരം ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് കണ്ടില്ലേ ഞാനിപ്പോൾ ചായ കുടിച്ചാൽ ചായ ഞാൻ കൊട്ടിക്കളഞ്ഞ് എനിക്ക് കുടിക്കാൻ തോന്നല്ല ആ പാത്രം കണ്ടിട്ട് എന്തോ പോലെ പിന്നെ അതേപോലെ കുറച്ച് നേരം മുമ്പ് ഞാൻ വീഡിയോ കുറേ ഒന്നും എടുത്തില്ലാട്ടാ ആൾക്കാർ കാണിക്കുന്നുണ്ടാവും എനിക്ക് എന്തോ പോലെ ഛർദ്ദിക്കാൻ പറ്റട്ടെ ഞാൻ അതുകൊണ്ട് കൊട്ടിക്കളഞ്ഞാട്ടാ അല്ലാണ്ട് കൊട്ടിക്കളയണമെന്ന് ചോദിച്ചിട്ടല്ല അപ്പോൾ നമ്മളിവിടെ വന്നിട്ടാ സൈക്കിള് കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്തല്ലേ എന്തായാലും ഇവിടെ കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഞാനപ്പോൾ ആലോചിച്ച് കുളിക്കാലാന്ന് വെച്ചാൽ അവിടെ കുളിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും നമുക്ക് ഒന്ന് കുളിച്ചൊന്ന് സെറ്റാകാമെന്ന് ചോദിച്ചു കുറച്ച് ദിവസമല്ല കുളിച്ചിട്ട് അങ്ങനെ നമ്മൾ കുളിച്ച് സെറ്റായത് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറ്റി കേട്ടാ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ബാക്കി ഡ്രസ്സൊക്കെ അലക്കിയിട്ട് കണ്ടില്ലേ ഇവിടെ നമ്മുടെ ഷോർട്സൊക്കെ വിരിച്ചിട്ടേക്കണേട്ടാ നനഞ്ഞിട്ട് കാരണം ഭയങ്കര കുറച്ച് ദിവസമായിട്ട് കുളിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ എന്തായാലും കുളിച്ച് സെറ്റായി ഉഷാറായിട്ടുണ്ട് ഫ്രഷ് ആയപ്പോൾ ഉഷാറായി നമ്മൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തേക്കണേണ്ട കാരണം അവിടെയൊന്നും വേറെ ആൾക്കാരുണ്ടാവില്ല വീഡിയോ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലോങ്ങിലൊക്കെ വെച്ചിട്ട് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സെറ്റാവില്ല ഇടയ്ക്കിടയ്ക്ക് വണ്ടി വന്നുകൊണ്ടാണ് നമുക്ക് അവിടെ പുറത്തും വെക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് അതുപോലെ പിന്നെ വെയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം വെയിൽ കാര്യങ്ങൾ വന്നത് അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് മാറ്റിയേട്ടാ ഇനി പോകണ വയ്ക്ക് എന്തെങ്കിലും കഴിക്കണം ഇപ്പം അത്യാവശ്യം വിശപ്പുണ്ട് കുളിച്ച് കഴിഞ്ഞപ്പോൾ വിശപ്പ് കാര്യങ്ങൾ വന്നത് ഇപ്പം ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ ഇവിടെ എന്തൊരു പരിപാടി എളുപ്പമുണ്ട് കേട്ടോ നമ്മൾ വന്ന വഴിക്ക് എല്ലായിടത്തും സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ എന്തൊരു കച്ചേരി പോലത്തെ സംഭവം തോന്നുന്നു മഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലെയിൻ ഹൈവേ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നെ ഈ ഒരു ചെറിയ ചെറിയ ടൗണ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതില്ലേ JCB ഉണ്ടോ നോക്കി 2 JCB ആണ് കേട്ടോ ഒരു വലിയ ട്രക്കിൽ വേറെ ഒന്നും ഇല്ലാത്ത ഈ റൂട്ടിൽ അതാണ് ഞാൻ വലിയ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാത്തത് നമുക്ക് കുറച്ച് ഫുഡിനുള്ള സാധനങ്ങൾ മേടിക്കണം ഒന്നും കഴിച്ചില്ല കേട്ടോ രാവിലെ നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല രാവിലെ ഒരു പുള്ളി കുറച്ച് ഫുഡ് വന്ന് പിന്നെ അതല്ലാണ്ട് അങ്ങനെ ഒന്നും കഴിച്ചില്ല കേട്ടോ പിന്നെ കുറച്ച് കപ്പലണ്ടി കഴിച്ച് ഒരു ചായയും കുടിച്ച് അതല്ലാണ്ട് വേറെ ഒന്നുമില്ല വയലിൽ അങ്ങനെ വന്നോയ്ക്ക് ഒരു പമ്പ് കിട്ടിയേട്ടാ കണ്ടില്ലേ ഇതാണ്ട് നമ്മുടെ സൈക്കിൾ എവിടെയുണ്ട് ഈ ഒരു പെട്രോൾ പമ്പിലാണ് നമ്മൾ ടെൻ്റ് അടിക്കണം അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം വണ്ടികൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യാമെന്നാണ് പറഞ്ഞത് 10 മണിക്ക് ക്ലോസ് ചെയ്തതിന് 6 മണിക്ക് ഉറപ്പുള്ളൂ അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ടെൻ്റ് അടിക്കാമെന്ന് പറയട്ടാ ഞാൻ അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനുള്ള കാര്യം നോക്കാമെന്ന് വെച്ച് ഏകദേശം ഇപ്പോൾ ലേറ്റായ ടൈം ഇപ്പോൾ ഏകദേശം എത്ര 8:55 ആയിട്ടാ 8:55 എന്തായാലും കുറച്ച് ലേറ്റായിപ്പോയി ഭയങ്കര ടയേർഡായിട്ടാ പിന്നെ എന്താണെന്ന് അറിയില്ല നമ്മൾ കുളിച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് നേരം അങ്ങനെ ഭയങ്കര ടയേർഡായിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും പിന്നെ അധികം ഉണ്ടാകുന്നില്ല എന്തായാലും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം അപ്പോൾ അവിടെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടാകും പമ്പിലടിക്കാൻ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ അടുത്ത് ഒരു സംഭവം ഉണ്ട് കേട്ടോ ഒരു കടയുണ്ട് അതിൻ്റെ അവിടെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം കേട്ടോ ഇതിൽ സാധനങ്ങളൊക്കെ എല്ലാം സെറ്റാണ് ഇനിയിപ്പോൾ ഇതൊക്കെ കഴിക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടാ
കണ്ടില്ലേ, ചോറ് സെറ്റായി, കറി സെറ്റായിട്ടാ. ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ടെൻ്റ് അടിക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം ടെൻ്റ് അടിക്കണ എവിടെയെന്ന്. ഇപ്പം എന്തായാലും ഭക്ഷണം കഴിക്കാട്ടാ. അപ്പം നമ്മൾ ടെൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാ. ഇവിടെയാണ് ടെൻ്റ് അടിച്ചത്. 2 പെട്രോൾ പമ്പ്, അത്യാവശ്യം വണ്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായി. അതിന് മുമ്പ് ഒരാൾ വന്നിട്ടാ, ഇവിടുത്തെ ഒരു IPS ഓഫീസറാണ്. അത്യാവശ്യം റാങ്കുള്ള ആളാണ്. അപ്പോൾ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറേ നേരം വർത്താനം പറഞ്ഞ് ആ ടൈമിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഓടി വന്ന തിരക്കിലാണ്. കാരണം വേറെ ആൾക്കാർ നമ്മളെ വിളിച്ച് പറഞ്ഞ് ഇന്ന ആൾ വിളിക്കാണ്ട് അങ്ങനെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വന്നു കേട്ടാ. അപ്പോൾ പുള്ളീനോടൊക്കെ സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ടെൻ്റ് അടിച്ചേട്ടാ. അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടോ, വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടിപൊളി വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വന്നതായിരിക്കും. അപ്പോൾ ഹായ്, അവിടെ ഒരു പുള്ളിയും പണ്ടേട്ടാ. നമ്മളെ വന്നോയ്ക്ക് പരിചയപ്പെട്ടെ. भैया नाम क्या है आपका? സുരേഷ് കുമാർ. ഓ आप किधर का है ना? अच्छा 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 अच्छा. ആളുകൾ പമ്പിൽ വർക്ക് ചെയ്യാനുണ്ടാ. ഇതർ അപ്പം 24 ഭയ്യ. അച്ഛാ 24 മണിക്കൂർ ഉണ്ടെന്നാണ്ട് പറഞ്ഞ. അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം വരാട്ടാ.